വാഹനാപകടങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ റോഡ് യൂസേഴ്സ് ആക്ട് എന്ന പുതിയ നിയമം കൊണ്ടുവരാൻ ഗതാഗത വകുപ്പ് നീക്കം തുടങ്ങി. അപകട മരണങ്ങളുടെ പ്രധാന കാരണങ്ങളിലൊന്ന് അലക്ഷ്യമായി റോഡ് ഉപയോഗിക്കുന്ന കാൽനട യാത്രക്കാർ കൂടിയാണെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നിയമം നടപ്പിലാക്കാനൊരുങ്ങുന്നത്. റോഡ് അപകടങ്ങളുമായി ബന്ധപ്പെട്ട കാൽനട യാത്രക്കാർക്ക് പങ്കുണ്ടെങ്കിൽ അവരെ കൂടി പ്രതിയാകുന്ന വിധത്തിൽ പുതിയ നിയമം വേണമെന്നാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ സി നാഗരാജുവിന്റെ റിപ്പോർട്ട്. അപകട മരണങ്ങളുടെ പ്രധാന കാരണങ്ങളിലൊന്ന് അലക്ഷ്യമായ റോഡ് ഉപയോഗിക്കുന്ന കാൽനട യാത്രക്കാർ കൂടിയാണ്. ഡിവൈഡറുള്ള നാലുവരിപ്പാതകൾ, ഫുട്പാത്തുള്ള റോഡുകൾ എന്നിവിടങ്ങളിലായിരിക്കും നിയമം ബാധകമാവുക. നിലവിൽ നിരത്തിൽ പിഴ ഈടാക്കുന്നത് മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരമാണ്. അത് കാൽനട യാത്രക്കാർക്ക് ബാധകമല്ല. അതിനാലാണ് പിഴ ഈടാക്കുന്നതിന് നിയമനിർമ്മാണം വേണ്ടിവരുന്നത്. സിറ്റിയിലാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇപ്പോൾ ഈ ഹൈവേ ഇപ്പോൾ ചില ഏരിയകളിലൊക്കെ ഓപ്പണായ ഭാഗങ്ങളിൽ ഒക്കെ ഈ 10-80 സ്പീഡിലൊക്കെ പോകുന്ന സമയത്തിലൊക്കെ പെട്ടെന്ന് ആളുകൾ മുമ്പ് കൂടെ പാസ് ചെയ്യില്ല. അതൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കാം. കാരണം നമ്മളെ ശ്രദ്ധ അന്നേരം കുറച്ച് സമയം മാറിയിട്ടുണ്ടെങ്കിൽ അപകടങ്ങൾ സംഭവിക്കാനുള്ള ചാൻസുകൾ വളരെ കൂടുതൽ തന്നെയാണ്. സംസ്ഥാനത്ത് റോഡ് യൂസേഴ്സ് ആക്ട് എന്നൊരു നിയമം വരികയാണെങ്കിൽ അതുപ്രകാരം പിഴ ഈടാക്കാൻ സാധിക്കുമെന്നതാണ് റിപ്പോർട്ടിലുള്ളത്. അതേസമയം പുഷ് ബട്ടൺ ടു ക്രോസ് മിഷൻ സംവിധാനം ഉണ്ടായിട്ടും വാഹനയാത്രക്കാർ വണ്ടി നിർത്താൻ തയ്യാറാകുന്നില്ലെന്നും സീബ്ര ലൈനിൽ കാത്തുനിന്നാലും വണ്ടി നിർത്താതെ പോകുന്ന പ്രവണതയാണ് കൂടുതലായി ഉണ്ടാകുന്നതെന്നും യാത്രക്കാർ പറയുന്നു. വണ്ടിക്കാർ അത് ശ്രദ്ധിക്കാറില്ല. അങ്ങനെ ഒരു ആ ബട്ടൺ അവിടെ നിർത്തുമ്പോൾ ആ ഒരു റെഡ് ലൈൻ അത് വണ്ടിക്കാർക്ക് എന്തോ അറിയാൻ പാടില്ല, എന്താണെന്ന് നമുക്കറിയില്ല. മങ്ങിയ ലൈനിലാണ് സീബ്ര ലൈൻ ഓൾറെഡി നിൽക്കുന്നത്. അതുകൊണ്ട് സീബ്ര ലൈൻ ആണെന്നുള്ളത് വണ്ടിക്കാർക്ക് കൃത്യമായി അറിയില്ല. അതുകൊണ്ടാണ് അവരത് മൈൻഡ് ചെയ്യാത്തത്. ആ സീബ്ര ലൈൻ എപ്പോഴും അത് തെളിഞ്ഞു കിടക്കുകയാണെങ്കിൽ അത് സീബ്ര ലൈൻ ആണെന്ന് വണ്ടിക്കാർക്കും ഒരു ദിശാബോധം ഉണ്ടാവുന്നതായി. എന്നാൽ ആദ്യം ബോധവൽക്കരണവും പിന്നീട് നടപടികളിലേക്ക് കടക്കാൻ കഴിയുന്ന വിധത്തിൽ നിയമം വേണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ആവശ്യം. ഇത് സംബന്ധിച്ച് ഗതാഗത വകുപ്പ് ഉദ്യോഗസ്ഥരും നിയമവിദഗ്ധരും തമ്മിൽ പ്രാഥമിക ചർച്ച നടത്തിയിരുന്നു. ഗതാഗത വകുപ്പിന്റെ പക്കലുള്ള റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന്റെ പരിഗണനയ്ക്ക് വിടാനാണ് തീരുമാനം. അലക്ഷ്യമായി വാഹനം ഓടിച്ചെത്തുന്നവർക്ക് മാത്രമല്ല ഇനി പെറ്റി അടയ്ക്കേണ്ടത്. നിയമം പാലിക്കാതെ നടക്കുന്ന കാൽനട യാത്രക്കാർക്കും ഇനി പെറ്റി ഉറപ്പാണ്. ക്യാമറ പേഴ്സൺ അക്ഷയ ദിലീപിനൊപ്പം രേണുക രാജേന്ദ്രൻ, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.